എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കുമെങ്കിൽ ആകാശലോകത്ത് അല്ലാഹു ഖദീജ ബീവിക്ക് സലാം പറഞ്ഞത് എപ്പോഴാ? തന്റെ ഭർത്താവിന്റെ ഗുണങ്ങൾ എടുത്തെടുത്തു പറഞ്ഞു. ഒരു ഭാര്യ ഭർത്താവിന്റെ ഗുണങ്ങൾ എടുത്തു പറയും. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ്. ഇത്ര നേരം ഞാൻ ഭർത്താവിനെയാണ് പറഞ്ഞത്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോടുള്ള ഗുണങ്ങൾ എടുത്തെടുത്തു പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോ തുടങ്ങും, നിങ്ങൾ എന്നെ കെട്ടിയതിനു ശേഷം ഇന്നേ വരെ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു ഭർത്താവിനോട് ഭാര്യ ഒരു പ്രശ്നം ഉണ്ടായ എന്തിനു കൊള്ളാം? അവനെ നോക്ക്, അവന്റെ അതിനേക്കാളും ഗതികേടിലായിരിക്കും, വെളിയറിയാത്തത്. അവന്റെ കാര്യം ഇതിനേക്കാളും ഗതികേടിലേക്ക്. ഭർത്താവിന്റെ സ്വഭാവങ്ങളെ നല്ലതുള്ളതിനെ നല്ലത് എടുത്തു പറയണം, മോശമായതിനെ തിരുത്തി കൊടുക്കണം. അല്ലാതെ അവന്റെ പൗരുഷത്തെ ചോദ്യം ചെയ്ത് എന്തിനു കൊള്ളാം നിങ്ങള്? അപ്പൊ അവൻ തീരുമാനിക്കും എന്നെ എന്തിനു കൊള്ളാന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. 3 മാസം കഴിയുമ്പോ അവന്റെ കോണ്ടാക്സിൽ 4 പെണ്ണുങ്ങളുടെ നമ്പർ. എന്നെ ഒന്നിനും കൊള്ളൂലെന്നല്ല നീ പറഞ്ഞത്. ഇത് വാശിയാണ്. അതൊരു മുറിവാണ്. പൗരുഷത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്താൽ രണ്ടുപേരും തമ്മിൽ വാശി കൂടും. ഭാര്യയുടെ എന്തിനു കൊള്ളാടി? അപ്പുറത്തെ പെണ്ണിനോ അതങ്ങനെയാ. The neighbor's wife is always beautiful എന്നാണ്. The neighbor's wife is always beautiful. നമ്മുടെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ അയൽപക്കക്കാരന്റെ ഭാര്യ തുണി വിരിക്കുന്നത് കണ്ടാൽ നമ്മളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി അവളാന്ന് പറയാം. അയൽപക്കക്കാരന്റെ പെണ്ണ് എപ്പോഴും നമ്മുടെ കണ്ണില് അതിസുന്ദരിയായി. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം അയൽപക്കക്കാരന്റെ ടെറസിൽ കയറിയിട്ട് നമ്മുടെ വീട്ടിലോട്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പര ബഹുമാനമാണ്. ബോഡി ഷെയ്മിങ് നടത്തുക. എത്ര ആളുകൾ ഗൾഫിൽ പോയി കടന്നു? അവസാനം ഇങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യർ അടുക്കളയിലോട്ട് പോണ കാണാം. ഒരു സ്പൂൺ അങ്ങോട്ടെറിയും, ഒരു തവി ഇങ്ങോട്ടെറിയും, 2 പാത്രം അപ്പുറത്ത് കിടക്കും. ആ സമയത്ത് ഞാൻ ചെറുക്കമ്മ ഉമ്മ ചോറ് ഒക്കെ പെറ്റതാണ് എന്റെ തെറ്റ്. രണ്ടുപേരും തമ്മിൽ ഉടക്കഴിഞ്ഞ ഭർത്താവ് പിണങ്ങി ഇറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഭാര്യയുടെ അടുത്ത ജോലി റീൽസ്. ഇൻസ്റ്റാഗ്രാമിൽ കയറുക, നന്നായിട്ട് അഭിനയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. റീൽസ് 5 മിനിറ്റുള്ള റീൽസ് ആണ് റിയൽ ലൈഫ് എന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകളിൽ പലരും. എന്റെ പൊന്നു പെങ്ങളെ, അത് അഭിനയമാണ്, ഫിൽറ്റർ ഇട്ടിട്ടുള്ള അഭിനയമാണ്. അവരുടെ ജീവിതത്തിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ ദുബൈയിൽ ഇന്നലെ രാത്രി ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, അതെ അവൾ ഏത് സമയത്ത് റീൽസിലാണ് അവളുടെ ജീവിതം. റീൽസ്. രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. ഉസ്താദേ വലിയ പ്രശ്നമാണ്. അങ്ങനെ എന്താ പ്രശ്നം ചോദിച്ചപ്പോ ഈ പെണ്ണിന്റെ റീൽസാണ്. ഇവൻ ഓരോന്നോരോന്ന് അയച്ചു. ഇവൻ ഭയങ്കര ബിസിനസ്സുകാരൻ. ഇവൻ 2 ഫോൺ എടുത്ത് പൊട്ടിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജോഡികൾ എന്ന് പറഞ്ഞ് റീൽസ് ഇട്ട ആ ജോഡികളാണ് ഭർത്താവ് ഭാര്യയെ കൊന്നത്, കെട്ടിത്തൂക്കി. അവരുടെ റീൽസുകൾ എത്ര കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും റീൽസുകൾ ഉണ്ടായ 2 ജോഡികൾ അവര് പിരിയാൻ തീരുമാനിച്ചു. ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണവർ. കേരളത്തിലെ പെണ്ണുങ്ങളുടെ കടപ്പറകളിൽ പോലും രോമാഞ്ചം നൽകിയവരാണവർ. അവര് 2 പേരും പിരിയുന്നു. അവരാരും വലിയ പുരോഗമനവാദികളാണ്. ബിഗ് ബോസിലൊക്കെ പോകണമെങ്കിൽ അത്രമേൽ പുരോഗമനവാദികളാണ്. ഭർത്താവിനോട് ചോദിച്ചെന്താ പിരിയാൻ കാരണം? അവൾക്ക് നിയന്ത്രണമില്ലാത്ത പക്ഷിയെ പോലെ പറക്കണം. അങ്ങനെ നിയന്ത്രണമില്ലാതെ പറപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആര്? പള്ളിക്കലെ ഖത്തീബല്ല പറയണത്, ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ്. കാരണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ഭാര്യ ഭർത്താവ് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ബന്ധങ്ങളുടെ ആഴങ്ങളുണ്ട്, അതിന്റെ തീവ്രതകളുണ്ട്. ആർക്കും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരസ്പരം ബഹുമാനിക്കുക. പരസ്പരം ബഹുമാനിക്കുക. പരസ്പരം ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കുക. ഇത് ഭാര്യയോട്
ഭാര്യയുടെ ആദ്യം പറയണ വഴക്കുണ്ടായാൽ നിന്റെ വാപ്പാണ്ടല്ലോ നിന്നെ എന്റെ തലയെ കെട്ടിവെച്ച നിന്നെ എന്റെ തലയെ കെട്ടിവെച്ച നിന്റെ വാപ്പായില്ലേ, അയാളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആ പെണ്ണ് പിന്നെ അവളുടെ ജീവിതത്തിൽ എന്താ ഒരു പരീക്ഷ ഉണ്ടാകുക, അവളെ മനസ്സിനെ വേദനിപ്പിക്കും. അവളുടെ വാപ്പ നമുക്കാരാ? ഞാൻ ഇന്നിപ്പോ ഇത് മാത്രം പരസ്പരമുള്ള ഒരു ബഹുമാനം. അവളുടെ വാപ്പ നമ്മുടെ ആരാ? ഭാര്യയുടെ വാപ്പ നമ്മുടെ ആരാ? അവരാരുമല്ലേ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരുടെ ഇടയിൽ ഒരു ദിവസം വലിയ പ്രശ്നമുണ്ടായി. എല്ലാവരും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയോട് അല്പം സ്നേഹം കൂടുതലാണ്, നമ്മളെക്കാളേറെ ആയിഷ ബീവിയോട് വല്ലാത്ത സ്നേഹം കൂടുതലാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സ്നേഹം തിരിച്ചു പിടിക്കണമെന്ന് ബാക്കിയുള്ള ഭാര്യമാരെല്ലാം ഒരുമിച്ച് കൂടി എത്രയല്ല റസൂലിന്റെ ഭാര്യമാർ ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബുൻ കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ അതാഹു ഇബ്രാഹിമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയത്തുൽ കിബ്തിയ. അങ്ങനെ അവരെല്ലാവരും കൂടി സഫിയ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂലിനോട് ഈ വിഷയം പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുമ്പോ സഫിയ ബീവി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അസ്വാദക യുനാശിദുനകൽ അദില ബിബിനതി ഇബ്നി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകന്റെ മകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവിയോട് ഒരു സ്നേഹം കൂടുതലാണെന്ന് ഭാര്യമാരുടെ ഇടയിൽ പരാതിയുണ്ട് നബിയേ. അതുകൊണ്ട് ആ പരാതി ഒന്ന് പരിഹരിക്കണമെന്ന് പറയവേ അല്ലാഹുവിന്റെ റസൂൽ സഫിയ ബീവിയോട് പറഞ്ഞു, സഫിയ ലാ തുദിനി ബി ആയിഷ, ആയിഷയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ആയിഷ ബീവിയുടെ കാര്യം പറഞ്ഞു കൂടെ കൂടെ നിങ്ങൾ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്റെ വർത്തമാനം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സഫിയ ബീവി തിരിച്ചുപോയി. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലാണ്. ഞാൻ ഈ സംഭവം എടുത്തു പറയുന്നത് എന്റെ യുവാക്കളോടാ. ആയിഷ ബീവി കന്യകയായതുകൊണ്ട്, അക്കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയോട് താല്പര്യം കൂടുതലാണെന്ന് യുക്തിവാദികൾ പരക്കെ പ്രചരിപ്പിക്കാറുണ്ട്. ആയിഷ ബീവിയോട് സ്നേഹം കൂടുതലുണ്ടതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ലോകത്തൊരു ഏംഗൽസിനോ ഒരു കൺഫ്യൂഷ്യസിനോ ഒരു ലെനിനോ എന്ന് വേണ്ട, അലക്സാണ്ടറിനോ ഈ നെപ്പോളിയനോ അങ്ങനെ ആവാൻ കഴിയില്ല മോനെ. ഇതങ്ങനെ ആവാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതെന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ കൽബിന്റെ തബീബ്, സുബുലുൽ ഹുദാ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സലാത്തുകൾ ഉറക്കെ ചൊല്ലട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഗതിദയ ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഫാത്തിമ നിധിയോരേ മുത്തിന്റെ മണവളനലിയോരേ ഹസനും ഹുസൈനും റളിനാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി. സഫിയ റളിയല്ലാഹു അൻഹ തിരിച്ചുപോയി. ബാക്കിയുള്ളവര് തയ്യാറായില്ല.
ഞാൻ പറയൂല എന്നോട് എവിടെയെന്നൊരു കൊച്ചു വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. 8 മടം നീളമുള്ള 10 മടം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ മഴത്തുള്ളി മുഴുവനും താഴോട്ടൊടുകുന്ന കൊച്ചു വീട്. ആ വീട്ടിലാണ് ഇത് നടക്കുന്ന. അല്ലാഹു ആ വീട് കാണാൻ മദീനയിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. हमने आंखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है जिसने लाकर कलाम इलाही दिया वो मोहम्मद मदीने में मौजूद है. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലാണ്. എങ്ങനെ ആ വീടുകൾ, ആ സംഭവങ്ങൾ, മനുഷ്യകുലത്തിനാകമാനം ജീവിതത്തിൽ നേതൃത്വം നൽകിയ സംഭവങ്ങൾ, എല്ലാ ഭാര്യമാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കി പറയാം. ഇനി പോയാല് തിരിച്ചു വിടാത്ത ഒരാള് നമുക്ക് പറഞ്ഞു വിടാം. അത് മറ്റാരുമല്ല, ഹബീബായ നബി തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ കിതത്തു ഖബദി. എന്റെ കരളിന്റെ കഷണമെന്ന് ഹബീബ് പറഞ്ഞ ഫാത്തിമ ബീവി. ഫാത്തിമ പറഞ്ഞാൽ പിന്നെ തിരിച്ചു പറയില്ലല്ലോ. അങ്ങനെ ഫാത്തിമ ബീവി എല്ലാവരും കൂടി ചട്ടം കൂട്ടി വിടാൻ തയ്യാറായില്ല. ബാക്കിയുള്ള 10 ഭാര്യമാരും കൂടി ആരെ തെരഞ്ഞെടുത്തു? ഫാത്തിമ. നീ 10 ഭാര്യമാർ ഇക്കാര്യത്തിൽ ഒന്നായി. അതങ്ങനെയാണ്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 ഒന്നിച്ചു ചേരൂല. ഇന്ത്യയും പാകിസ്ഥാനും. ഞാൻ ഉംറയ്ക്ക് പോയ സമയത്ത് നമ്മുടെ ഈ ചുനക്കര അപ്പൊ അദ്ദേഹം 2 പെണ്ണ് കിട്ടിയിട്ട് 2 പേരെ കഅബയുടെ തവാഫ് ചെയ്യാൻ 2 പേരെ 2 കൈ പിടിച്ചു. ഒരു തവാഫ് കൂട്ടിയപ്പോ അവിടെ വെച്ച് 2 ഉടക്ക. തവാഫ് നടന്നില്ല, ഉംറ നടന്നില്ല. അവസാനം ഇടിയും വഴക്കുമായിട്ട് അവര് റൂമിലായി. ഇയാളാകെ കഷ്ടപ്പെട്ട് ഒരു ഉംറയ്ക്ക് വന്നിട്ട് മനസ്സമാധാനത്തോടെ ചെയ്യാൻ പറ്റണില്ലല്ലോ. പടച്ചോനെ, എന്റെ പൊന്നു മക്കളെ, ഒന്നാണ് നല്ലത്. ഈ 2നെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത് ആദ്യമൊക്കെ കൊള്ളു, രണ്ടാമത് ഒന്നുകൂടി കെട്ടിയാലോ. ഈ നാരങ്ങ ഞെക്കണ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നാരങ്ങ ഞെക്കണ മാതിരി 2 ഒന്നുണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. അതാണ് നല്ലത്. വേറെ പലരും പ്രസംഗിക്കുന്നുണ്ടാവും, ഒരു ഭാര്യ 2ാമത് കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്താൽ സ്വർഗത്തിൽ നിന്ന് മാളിക കിട്ടും. തൽക്കാലം ആ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളത് മതി. 1 ഫവാഹിദ, സന്തോഷം, സുഖകരം, സുമോഹനം, സുന്ദരം, സുമോചിതം, സുമുഖിതം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമീർ പറഞ്ഞു, നമ്മുടെ കബീർ ബാക്കവി താഴെയുണ്ട്, അയാളോട് ഹിക്മത്തൊക്കെ എന്തേലും ഇവരെ ഒന്നിക്കാൻ ഒരു മറുപടി. അയാൾ അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ തോക്ക് വെച്ച് പേടിപ്പിച്ച മനുഷ്യരെ ഇവര് അപ്പുറത്തപ്പുറത്ത് പേടിപ്പിച്ചോളാം. അയാൾ എന്റെ അടുക്കുന്ന എന്റെ ഭാര്യമാരെ 2 പേരും ഒന്ന് യോജിക്കാൻ എന്തെങ്കിലും ഒരു ദിക്കറോ സലാത്തോ വല്ലതോ. ഞാൻ ദിക്കറ് സലാത്തൊന്നുമില്ല, ഒരു എളുപ്പ വഴിയോട് പറഞ്ഞുതരാം. ചാടി എഴുതി പറ ഉസ്താദേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ 3ാമത് ഒന്നുകൂടി കെട്ടുക. അതിനെതിരെ ഇത് 2 ഒന്നിക്കുന്നല്ല. നിങ്ങൾ 3ാമത് ഒന്ന് കേട്ടാൽ ഇത് 2 3ാമത്തേനെ തുരത്താൻ ഇത് 2 ഒന്നിക്കും. എല്ലാ ഭാര്യമാരും ഒന്നിച്ചു. ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഞങ്ങളുടെ വീട്ടില് ഞാനും റസൂലുള്ളാഹിയും ഒരു പുതപ്പിന്റെ അടിയിൽ കിടക്കുക. ഞങ്ങളുടെ നെഞ്ചു വരെയും മൂടിയിട്ടുള്ളൂ. പുതപ്പ് നെഞ്ചു വരെ. ഞങ്ങളുടെ സ്വകാര്യ നിമിഷമല്ല, വാതിൽ അടച്ചിട്ടില്ല. ഞങ്ങൾ 2 പേരും തണുപ്പായത് കൊണ്ട് മദീനയിൽ പുതപ്പ് നെഞ്ചു വരെ മൂടിയിട്ട് ഞങ്ങൾ 2 പേരും ആ പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ സമയത്ത് ഫാത്തിമ ബീവി കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തേ മോളെ? ഫാത്തിമ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന അസ്വാദക യുനാശിദുനകൽ അദ്ലബി ബിനതി ഇബ്നി അബീ ഖുഹാഫ. ബീവിയോട് സ്നേഹം കൂടുതലാണെന്നുള്ള കാര്യത്തിൽ എല്ലാ ഭാര്യമാരുടെ ഇടയിലും പരാതിയുണ്ട്. അത് വാപ്പയോട് പറയാമെന്ന് സഫിയ ബീവി ഓടിച്ചു വിട്ടു. ഇനി അത് പറയാൻ അവരെല്ലാവരുടെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നതാണെന്ന് പറയവേ അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞപ്പോ മോളോട് ചോദിച്ചു, മോളെ ഫാത്തിമ, അങ്ങനെ സ്നേഹബന്ധത്തിന്റെ മണിബന്ധങ്ങളിൽ ചേർത്തെടുക്കപ്പെട്ട ഒരു പിതാവും പുത്രിയും വേറെയില്ല. ചരിത്രം ഫാത്തിമ ബീവിക്ക് ഒരു പേര് പറയുന്നുണ്ട്, മദർ ഓഫ് ഹെർ ഫാദർ. അവളുടെ പിതാവിന്റെ ഉമ്മ
ആ രീതിയിൽ ഒരു ഉമ്മയുടെ വാത്സല്യത്തോടെ വാപ്പയുടെ കൂടെ നിന്ന ആളാണ്. ഖദീജ ബീവി വഫാത്താകുമ്പോ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു കൊടുത്തതാണ്, മോളെ വാപ്പാടെ കാര്യം നീ നോക്കണേ, ഇനി ഉമ്മയില്ല മോളെ, വാപ്പയ്ക്കിനി ഉമ്മയില്ല. ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. പലപ്പോഴും നമ്മൾ പറയും നിന്നെ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ മടി. സഹോദര ഒന്ന് ആലോചിച്ചു നോക്ക്, 10-20 വർഷം ഒന്നിച്ച് ജീവിച്ചൊരു കിടപ്പറയിൽ സുഖവും ദുഃഖങ്ങളും പങ്കിട്ട് അവസാനം ഒരു ദിവസം ഒരു യാത്ര പോലും പറയാതെ ആദിക്കാട്ടുകുളങ്ങര പള്ളിയുടെ ഖബർസ്ഥാനില് എന്റെ ഭാര്യ മണ്ണിട്ട് മൂടി മൈലാഞ്ചി ചെടിയുടെ അടിയിൽ ഒതുക്കി വന്ന ഒരു ദിവസം ഓർമ്മയുണ്ടാകുമോ? അന്നാണ് ജീവിതത്തിൽ ഒറ്റപ്പെടുക, അന്നാണ് ജീവിതത്തിൽ തനിച്ചാവുക. അവളുടെ ചൂടും ചൂരുമില്ലാതെ, ചായ്ച്ചു വെക്കാൻ ഒരു ചുമലില്ലാതെ, സങ്കടം പറയാൻ ഒരു ഇടമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് അവള് നഷ്ടപ്പെടുന്ന രാത്രിയിലാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നൽകട്ടെ. ഇത് പോയിട്ട് അടുത്തത് വരുമ്പോഴേ ആദ്യത്തിന്റെ വില അറിയൂ. ഇണക്കങ്ങളും പിണക്കങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ അതുഹിബ്ബീനി ബിമാ ഉഹിബ്ബു, നിന്റെ വാപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്ക് ഇഷ്ടമാണോ മോളെ? ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ വാപ്പയേക്കാൾ എനിക്ക് വേറെന്ത് ഇഷ്ടമാണുള്ളത്? എന്റെ വാപ്പയുടെ ഇഷ്ടത്തെക്കാൾ വേറൊരു ഇഷ്ടം ഈ പൊന്നുമോൾക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഫാത്തിമ നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ അഹിബി ആയിഷ, അഹിബി ആയിഷ, ആയിഷയെ നീ സ്നേഹിച്ചുകൊള്ളൂ. ഇനി എന്താ പറയാനാണ്? ഒന്നും പറയാതെ ഫാത്തിമ ബീവിയും ഇവിടെ നിന്ന് തിരിച്ചുപോയി. ആയിഷയെ സ്നേഹിച്ചോ? ഒരു മറുപടിയില്ല, തിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല ഈ സംഭവം പറയുമ്പോൾ പറയുന്നുണ്ട്, മാ കാമലഹ റസൂലുള്ളാഹ്, മോളായ ഫാത്തിമ ബീവി കേറി വന്നപ്പോ ഈ സംഭവം പറയുന്ന ആയിഷ ബീവി ഹദീസിൽ പോയിട്ട് അതിന്റെ ഇടയിൽ എഴുതി ചേർക്കുക, മാ കാമലഹ റസൂലുള്ളാഹ്, ഫാത്തിമ ബീവി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റില്ല, വാപ്പ എഴുന്നേറ്റില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഗൂഗിളിൽ മകള് വന്നപ്പോൾ വാപ്പ എഴുന്നേറ്റില്ല. എന്തുകൊണ്ട്? സാധാരണ മകളെ കണ്ടാൽ വാപ്പ എഴുന്നേറ്റ് വെക്കും, ഇന്ന് എഴുന്നേറ്റില്ല. കാരണം ഞാനും അല്ലാഹുവിന്റെ റസൂലും പുറപ്പിന്റെ ഇടയിൽ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഫാത്തിമ ബീവി വന്നത് അല്ലാഹുവിന്റെ റസൂലിന് പോലും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. സ്ത്രീകളുടെ ഒരു സ്വഭാവം അങ്ങനെ ഡയറക്റ്റ് പറയില്ല. അതിന്റെ അർത്ഥം ആ ഹദീസ് വായിച്ചു നോക്കി, അല്ലാഹുവിന്റെ റസൂലിന് പോലും വരവ് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? എനിക്കൊട്ടും പിടിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരെ കണക്കുമ്പോൾ മോള് കയറി വന്നത് ആദ്യത്തെ കെട്ടിലുള്ള മോള്. അതൊരു സ്ത്രൈണതയുടെ സ്വഭാവം. ഈ കാര്യം തെളിച്ചു പറയും. ആണുങ്ങൾ അങ്ങനെ തെളിച്ചു പറയും. നിങ്ങളെ ഈ കച്ചവടം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് കയറി വന്നോ? കയറി വരുമ്പോഴേ ഭാര്യയുടെ മുഖത്തൊക്കെ പൊങ്കാലയുടെ കാലം വന്നിട്ട് ഇത്രയും ഉണ്ടാവും മുഖം. എന്തടി ടവല് സോപ്പും നടക്കും. എന്താണ് അപ്പൊ വളർത്തുക? ഇതെന്ത് ജന്നി? നമ്മളങ്ങ് കുളിക്കാൻ കയറുമ്പോ അടുക്കളയിൽ സ്പൂണൊന്ന് താഴെ വീഴും, പിന്നെ തവി അങ്ങോട്ട് എറിയും, 2 പ്ലേറ്റ് വീഴുന്ന ശബ്ദം കേൾക്കും. മക്കള് വരെ കുളി കഴിഞ്ഞ് ഇറങ്ങി, ചോറ് വേണോ? ഈ ഓരോ വോട്ടിന്റെ വ്യത്യാസത്തിനൊക്കെ തോറ്റ സ്ഥാനാർത്ഥിയുടെ അന്നത്തെ ഒരു അവസ്ഥയുണ്ട്. ചോറൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ഇങ്ങനെ നിൽക്കും. ഇത് എന്താ കാര്യം എന്താന്ന് പറയാം. കിടക്കാൻ പോകുമ്പോഴേ ഒരാള് ഇതിലേക്ക്, ഒരാള് വൈത്തുമുട്ടത്തിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം എന്താ പ്രശ്നം? ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചത് നിങ്ങളുടെ ഫോൺ ബിസി ആയിരുന്നല്ലോ, ആരായിരുന്നു? എടി അതാണോ പെങ്ങളെ വിളിച്ചോണ്ടിരുന്നത്? ആ പെങ്ങളായിരുന്നു. ഈ സ്ത്രീകളുടെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മൾ ബഹളം കണ്ട് മനസ്സിലാക്കിയാണ് സംഭവം. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല. കേറി വന്നോ
ഞാനിന്ന് കടയിൽ നിന്ന് 2 മണിക്ക് വിളിക്കുന്നതിന്റെ ഫോൺ ബിസി ആയിരുന്നു. അത് ആങ്ങളെ വിളിച്ചോണ്ട് നേരിട്ട് ചോദിക്കും. സ്ത്രീകൾ അങ്ങനെയല്ല, ഇടകളിലൂടെ പറയൂ, വരികൾക്കിടയിലൂടെ പറയൂ. അപ്പൊ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി നിന്നാല് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഫാത്തിമ ബീവി വന്നപ്പോ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. തന്റെ മകള് വരുമ്പോ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് പെമ്മക്കളെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണ ഏതെങ്കിലും വാപ്പായി കൂട്ടത്തിലുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, എഴുന്നേറ്റ് നിന്നിട്ട് ആ മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് 2 പുരികത്തിന്റെ ഇടയിൽ ഒരു മുത്തം കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. മക്കളുടെ വാപ്പ മുത്തം കൊടുക്കേണ്ടത് മോളുടെ 2 ഇതിന്റെ ഇടയിലാണ്. അങ്ങനെ പെമ്മക്കൾക്ക് മുത്തം കൊടുക്കണ വാപ്പമാരാരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കാൻ. നിങ്ങൾ ഇത്രയ്ക്ക് പരിശുഹൃദയരാ വടച്ചമ്പുരാനെ. ആരുമില്ല. 1 2 3 4 5 6 പടച്ചമ്പുരാൻ. ഏതായാലും 6 പേരെങ്കിലും കൊടുക്കണം. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം. ഇപ്പൊ കോഴിക്കോട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യും. ഒരു കല്യാണം കഴിച്ചു പോയ വീട്ടിൽ ഒരു പെണ്ണിന് ധാരാളം മാനസിക സംഘർഷം ഉണ്ടാവും. വാപ്പ ഗൾഫിൽ നിന്ന് വന്നു, കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ പോയി. ആ വീട്ടിൽ അവൾക്ക് അത്ര നല്ല ജീവിതമൊന്നും ആയിരിക്കില്ല. 1000 സങ്കടത്തിരിക്കുമ്പോഴെ വാപ്പ കാണാൻ പറയാ. വാപ്പ നിഡോയും ടാങ്കും ഒക്കെ വാങ്ങിച്ച് പശുമിഠായി കൊണ്ടുപോയി കൊടുത്ത് വാപ്പ ചോദിക്കും, മോളെ സന്തോഷമാണോ? അതെ വാപ്പ. അവള് പറയൂല. എന്തെന്നറിയോ? എന്നെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ച കടം തന്നെ തീർന്നിട്ടില്ല. ഇനി ഞാൻ ഇതും പറഞ്ഞ് എന്റെ വീട്ടിൽ പോയി നിന്നാൽ എന്റെ വാപ്പാക്ക് വലിയ ബാധ്യതയാവും. ഉപ്പച്ചിയോട് സങ്കടമൊന്നും അവള് പറയൂല. എല്ലാ സങ്കടങ്ങളും മനസ്സിലൊതുക്കി ആ പെണ്ണ് ഭർത്തൃ വീട്ടിൽ നിൽക്കും. കുറെ നേരം കഴിഞ്ഞ് വരാൻ നേരത്ത് അവൾ ഒരു സങ്കടവും പറയാതെ വാപ്പ യാത്രയേക്കാൻ വന്ന് നിൽക്കുമ്പോ ഉപ്പച്ചി പോട്ടെ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവള് പറയും, മോള് പറയും, പൊക്കോ ഉപ്പച്ചി, കാരണം എന്തിനാ എന്റെ സങ്കടം? വാപ്പാക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇനി ഞാനും കൂടെ എന്തിനു പറയണം? ഒന്നും പറയാതെ സന്തോഷം അഭിനയിച്ച് നമ്മുടെ മകൾ അവിടെ നിൽക്കുമ്പോ ഇറങ്ങാൻ നേരത്ത് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവളെ 2 പുരികത്തിന്റെ ഇടയിൽ ഒരു ഉമ്മ കൊടുത്ത് വാപ്പച്ചി 17-ാം തീയതി തിരിച്ചു പോകും കേട്ടോ, ഉപ്പച്ചിയുടെ മോള് സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോ ആ ഒരൊറ്റ മുത്തം മതി ആ വീട്ടിലുണ്ടാകുന്ന മുഴുവൻ സങ്കടങ്ങളെയും മറികടക്കാൻ. ആ മകൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ആരെന്നെ കൈവിട്ടാൽ എന്റെ ഉപ്പച്ചി എന്നെ കൈവിട്ടൂല. ആരൊക്കെ എന്നെ ആക്ഷേപിച്ചാൽ എനിക്ക് എന്റെ ഉപ്പച്ചിയുണ്ട്. ആരൊക്കെ എന്നെ സങ്കടപ്പെടുത്തിയാലും സങ്കടം പറയാൻ എനിക്ക് എന്റെ ഉപ്പയുണ്ട്. എന്നാ മകൾക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ നമ്മുടെ ഒരു മുത്തത്തിന് കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? ഉപ്പമാരെ ചെയ്യണ്ടേ? ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യൂലേ? അങ്ങനെ ഉറപ്പിച്ചവരൊക്കെ കൈയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊന്നും ഉപ്പയാവാത്തോണ്ടായി. അള്ളാഹു എത്രയും പെട്ടെന്ന് ആക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഫാത്തിമ ബീവി തിരിച്ചുപോയി. എന്നിട്ടും ബാക്കിയുള്ള ഭാര്യമാര് അവസാനിപ്പിച്ചില്ല. അവരെല്ലാവരും കൂടി സൈനബ് റളിയല്ലാഹു അൻഹ മൂന്നാമത് തിരഞ്ഞെടുത്ത്, സൈനബേ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നീ പോയി സൈനബേ, നീ പോയി അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം. കാരണം സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവിയോട് സൗന്ദര്യത്തിൽ കിടപിടിക്കുന്ന പെണ്ണാ, വളരെ മാന്യതയുള്ള പെണ്ണ. പക്ഷേ ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, സൈനബ് ബീവി നല്ല പെൺകുട്ടിയാണ്, നല്ല ഖുർആൻ ഓതും, കൂടുതൽ ദിക്റും സ്വലാത്തും ചൊല്ലും. പക്ഷേ ഒരൊറ്റ പ്രശ്നമേയുള്ളൂ, വലാകിൻ ഹിദ്ദ, ഒരൽപ്പം മുൻകോപം കൂടുതലാണ്. ഖുർആൻ നന്നായിട്ട് ഓതും, സ്വലാത്ത് ചൊല്ലും, പക്ഷേ ഒരു ചെറിയ മുൻകോപമുണ്ട്.
ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ ചെന്നു. അല്ലാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും പുറപ്പിന്റെ അടിയിൽ കിടക്കാ. സൈനബേ എന്താ വന്നത്? യാ റസൂലല്ലാഹ്, ഈ ആയിഷ ബീവിയോട് മാത്രം ഇത്രമേൽ സ്നേഹം അങ്ങേക്കുണ്ടായാൽ അത് ശരിയാവില്ല. ഞങ്ങൾക്ക് കൂടി ആ സ്നേഹം കിട്ടണമെന്ന് ഞങ്ങൾക്ക് പരാതിയുണ്ടെന്ന് പറയവേ ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ആദ്യം ഫാത്തിമ ബീവി വന്നപ്പോഴും മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നെയല്ലേ, എന്റെ വീട്ടിൽ വന്നല്ലേ ഇത് പറയുന്നത്. എനിക്ക് സ്വാഭാവികമായി ദേഷ്യമുണ്ടായി. ഫാത്തിമ ബീവിയോടൊന്നും പറയാതിരുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മകളുടെ മനസ്സ് വേദനിച്ചാൽ അത് ഉപ്പാക്ക് സഹിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നനാണ്. ഇപ്പോഴിതാ സൈനബും വന്നിട്ട് എന്നെ അപമാനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണെങ്കിലും മറുപടിയും പറയുന്നില്ല. ഇനി ഞാൻ മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയേണ്ടതല്ലേ. പലപ്പോഴും നമ്മുടെ ഭാര്യമാര് പറയും, നിങ്ങളുടെ നാത്തൂൻ എന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിങ്ങളുടെ ആങ്ങളമാര് പറഞ്ഞപ്പോ, നിങ്ങളുടെ അനിയത്തി പറഞ്ഞപ്പോ നിങ്ങൾ മിണ്ടാതിരുന്നതെന്താ? അതേ പ്രശ്നമാണ് ഇവിടെയും ആയിഷ ബീവി പറയാ. മറുപടി പറയേണ്ടത് അല്ലാഹുവിന്റെ റസൂലല്ലേ. ഒന്നും മിണ്ടാത്തപ്പോ ഞാൻ മറുപടി പറയാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് സൈനബിനും ഒരേ അധികാരമല്ലേ, നിങ്ങൾ രണ്ടുപേരും ഭാര്യമാരല്ലേ. ഞാൻ ചോദിച്ചു, സൈനബേ അതിന് നിനക്കെന്താ? സൈനബ് ബീവി ആണെങ്കിലോ ക്ഷിപ്രകോപിയാണ്, മുൻദേശക്കാരിയാ. സൈനബ് ബീവി ചോദിച്ചത് എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവര് രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കമായി. എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലാ. ആണിനേക്കാൾ പെണ്ണിന്റെ ശബ്ദമുയരുന്നു എന്ന് ചോദിച്ചിട്ട് അവൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പുതിയ ലോകത്തോട്, പുതിയ കാലത്തോട് അല്ലാഹുവിന്റെ റസൂൽ പുതപ്പിന്റെ ഉള്ളിൽ കിടക്കവേ അടുത്ത് കിടക്കുന്ന ആയിഷ ബീവിയും സൈനബ് ബീവിയും തമ്മിൽ വാക്ക് തർക്കം മൂർച്ഛിച്ചു പോയി. അവസാനിക്കുന്നില്ല. സൈനബ് ബീവി വിട്ടുകൊടുത്തില്ല, ആയിഷ ബീവിയും വിട്ടുകൊടുത്തില്ല. സ്ത്രീകൾ തമ്മിലുള്ള തർക്കമല്ലേ പുരുഷന്മാരെ പോലെ പെട്ടെന്ന് അവസാനിക്കില്ല. പുരുഷന്മാര് വഴക്കുണ്ടായാൽ ഒരാൾ ചെവിട്ട് തടിച്ചാൽ സംഭവം തീരും. പക്ഷേ സ്ത്രീകൾ വഴക്കുണ്ടായാൽ അങ്ങനെ പെട്ടെന്ന് തീരുകയില്ല. അല്ലെങ്കിൽ മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ പിടിവിട്ട് സിന്നും പരിത്താരോ താലിയും മാലേ മറുത്താരോ. രണ്ടാരൊരു പെണ്ണിന്റെ താലിമാല പിടുത്തത്തിന്റെ ഇടയിൽ പൊട്ടിത്താഴെ വീഴണം. അതോടെ പ്രശ്നത്തിന് പരിഹാരമാവും. ഇവര് രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു വർത്തമാനം പറഞ്ഞ് കിതച്ചൊരു പരുവത്തിലായി. അവസാനം രണ്ടുപേരും തളർന്ന് കിതച്ചപ്പോ തന്റെ രണ്ട് ഭാര്യമാര് വഴക്കുണ്ടാക്കുന്നത് നടുവിൽ കിടന്ന് നിശബ്ദമായി പുഞ്ചിരിയോടെ കേൾക്കുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നും മിണ്ടില്ല, ഇടപെട്ടില്ല. സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷന്മാർ അങ്ങനെ ഇടയ്ക്ക് കയറി ഇടപെടരുത് പെട്ടെന്ന്. അവസാനം എത്ര പാഠങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടെന്നറിയോ? സമയം കുറവാണ് സഹോദരാ. ആ സമയത്ത് അവസാനം രണ്ടുപേരും തളർന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സൈനബേ പറഞ്ഞു തീർന്നോ? തീർന്നു നബിയേ. ആയിഷ നീയും പറഞ്ഞു തീർന്നോ? തീർന്നു യാ റസൂലല്ലാഹ്. എന്നാൽ സൈനബേ നിങ്ങളോടൊരു കാര്യം പറയട്ടെയോ? ഈ ഒരൊറ്റ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ആയിഷ ബീവിയോട് എനിക്ക് സ്നേഹം കൂടുതലുണ്ട്. അതൊരു പരമാർത്ഥവുമാണ്. എന്താണ് കാരണമെന്നറിയോ? യുക്തിവാദികൾ കേട്ടോളൂ. ആയിഷ കന്യകയായതുകൊണ്ടല്ല, അവൾക്ക് സൗന്ദര്യം കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ വൃദ്ധമാരായതുകൊണ്ടല്ല. ഈ കിടക്കുന്ന ആയിഷയോടുള്ള എന്റെ ഒരല്പ സ്നേഹം കൂടുതലുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തെന്നറിയോ? ഇവളെന്റെ സിദ്ദീഖിന്റെ മോളാ, ഇതെന്റെ സിദ്ദീഖുൽ അക്ബറിന്റെ മോളാ. ഇവളുടെ വാപ്പയാണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നെ ചേർത്ത് നെടിച്ച സിദ്ദീഖ് അവളുടെ വാപ്പയാ. എല്ലാവരും എന്നെ മദീനയിലേക്ക് ആട്ടിയോടിച്ചപ്പോ എന്നെ തോളില് ചുമന്നു കൊണ്ടുപോയി എനിക്ക് മദീന വരെ കൂട്ടുവന്നത് ഇവളുടെ ഉപ്പയാ. എല്ലാവരും എന്നെ കള്ളരെന്ന് വിളിച്ചപ്പോ സിദ്ദീഖ് എന്ന് പറഞ്ഞത് ഈ സിദ്ദീഖാ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ഒരു നടന്ന സമയത്ത് എനിക്കൊരു കയറിട്ട് തന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖാ.
ആ സിദ്ദീഖിന്റെ മോളാണത്. എന്റെ സിദ്ദീഖിനോടുള്ള സ്നേഹമാണ്. എന്റെ ഭാര്യയുടെ ഉപ്പ എന്നെ അമ്മോശനോടുള്ള സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ മകളോട് ഞാൻ കാണിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ. ഒരർത്ഥത്തിൽ യുവാക്കളെ, സ്ത്രീധനമെന്ന ദുരാചാരത്തിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണ് അവളുടെ സ്വപ്നങ്ങളെല്ലാം ഈയാമ്പാറ്റത്തയിൽ വീണതുപോലെ കരിഞ്ഞില്ലാതായി. എത്രയെത്ര സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിൽ എത്ര പേരാണ് മനം നൊന്തത്. ഒന്നുമില്ലാത്ത സമയത്ത് 50 പവനോ 30 പവനോ സ്വർണമിട്ട് നമ്മുടെ ഭാര്യമാര് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ സ്വർണം വെച്ചിട്ടാണ് നീ ഒരു ബിസിനസ് തുടങ്ങിയതെങ്കിൽ, ആ സ്വർണം കൊടുത്തിട്ടാണ് നീ ഒരു വാഹനം വാങ്ങിച്ചതെങ്കിൽ, യഥാർത്ഥത്തിൽ അതിന് സൗകര്യമൊരുക്കി തന്നടാരാ? അത് നിന്റെ ഭാര്യയുടെ പിതാവല്ലേ? ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തുണ്ടാക്കിയത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നേടിയെടുത്തത്. എന്നിട്ടും ആ നന്ദി ആ മനുഷ്യനോട് കാണിക്കാത്തതെന്താ? ആ മനുഷ്യന്റെ പൊന്നുമോളോട് കാണിക്കാത്തതെന്താ? വീണ്ടും വീണ്ടും ആർത്തിയുടെ നാനാർത്ഥങ്ങളായി വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞ് എത്ര കിട്ടിയാലും അത്യാഗ്രഹം തീരാത്തവരായി മാറരുത്. ലോക ചരിത്രത്തിന്റെ നായകന് എനിക്ക് ആയിഷയോട് സ്നേഹമുണ്ട്. കാരണം ബിന്ദു സിദ്ദീഖ്, എന്റെ സിദ്ദീഖിന്റെ മോള, എന്റെ അമ്മോശൻ. നമ്മുടെ ഈ വന്നതിലൊക്കെ നമ്മുടെ ഈ പെണ്ണിന്റെ സ്വർണം വിട്ടിട്ടാണ് ഒരു വീട് വാങ്ങിച്ചതെങ്കിൽ അതിന്റെ ഉടമസ്ഥത ആർക്കാ? ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. അടിയൊന്നും പറയാൻ മുൽക്കിയത്താരുടേതാ. അതുകൊണ്ട് അവകാശം കൊടുത്തില്ലെങ്കിലും അവഗണിക്കരുത്. അവളുടേതാണ് എന്റെ ജീവിതത്തിൽ. അവൾ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്, അവൾ എന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്ന ഒരു ബോധമുണ്ടായാൽ വീടുകൾ സമാധാനമാവില്ലേ? വീടുകളിൽ സമാധാനത്തോടെയാവും. ആവില്ലേ? അവർ രണ്ടുപേരും ഏറ്റവും വലിയ പ്രണയം കല്യാണം കഴിഞ്ഞിട്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യത, ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യം. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല താനെ മറന്നൊന്നും ചെയ്തുകൂടാ. അന്നത്തെ കാമുകന് ബോധമുണ്ട്. അവർ വരാന്ന് പറഞ്ഞാലും കൂട്ടിക്കൊണ്ട് പോകരുതെന്നുള്ള ബോധം അന്നത്തെ കാമുകനുണ്ട്. ഇന്നത്തെ കാമുകനില്ലാന്ന് മാത്രം. ഏറ്റവും വലിയ പ്രണയകാവ്യത. ഫാത്തിമ ബീവി മരിച്ചു, ഖബറടക്കി. അലി റളിയല്ലാഹു അൻഹു അന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. മോളെ ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും അല്ല. ചെറുപ്പക്കാരെ പ്രണയത്തിന്റെ ജോഡികളുണ്ട്. ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും. ലൈലയും മജ്നൂനും, രമണനും ചന്ദ്രികയും, മജീദും സുഹറയും. മജീദിന്റെ കാല് തീര് വന്ന് പുഴുത്ത് മുറിവ് വന്നു. അടുക്കാൻ പറ്റൂല. സുഹറ പോയിട്ട് ഒരു മുത്തം കൊടുക്കണം. അതാണ് പ്രണയം. മജീദും സുഹറയും. അതാണ് പ്രണയം. പക്ഷെ അതിനേക്കാൾ വലിയ പ്രണയം അതെന്നറിയോ? വർഷങ്ങളോളം കൂടെ ജീവിച്ച ഭാര്യ മരിച്ചു, ഖബറടക്കി. അലി റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തളർന്നു. ആരാ തളരുന്നതാരാ? ബദറിൽ ചാടി ഇറങ്ങിയ സഹാബി മുഹാദിറിന്റെ വാക്ക് കേട്ട് മുമ്പിൽ വീണ സിംഹരാ. മുമ്പിലെ ഉബൈദത്തും ബിൻ ഹംസയും ഹൈദറാ. ഹൈദർ തളർന്നു. ഉറക്കം വരാതെ എഴുന്നേറ്റ് പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ മുമ്പിലെത്തി. ആ കുടീരത്തിന്റെ മുമ്പിൽ, ഖബറിന്റെ മുമ്പിൽ, പള്ളിക്കാട്ടിൽ ഭാര്യയെ ഖബറടക്കി ആദ്യത്തെ ദിവസം ഉറക്കം വരാതെ ഒരു രാത്രിയിൽ ആ ഖബറിലെ മൺതരികളോട് നോക്കിയിട്ടൊരു പാട്ട് പാടി. എന്താ പാട്ടെന്നറിയോ? യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ ഹംലൽ തബഇദി ഖുല്ലത്തൽ അഹ്ബാബി. എന്റെ ഖബറേ, ഇന്നലെ എന്റെ കരവലയത്തിൽ ഒതുങ്ങിക്കിടന്ന് എന്റെ തോളോട് ചേർന്ന് കിടന്ന് സങ്കടവും സന്തോഷവും പറഞ്ഞ് എന്റെ ഫാത്തിമ നിന്റെ വയറ്റുള്ളിൽ കിടപ്പുണ്ട്. ഞാനൊരു സലാം പറഞ്ഞിട്ട് എന്റെ ഫാത്തിമ മടക്കാത്തതെന്താ? യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ. ഖബറേ, എന്റെ ഫാത്തിമ നിന്റെ ഉള്ളിലുണ്ടോ? നീ അവളെ വാരിയല്ലോടെ ഞെരിക്കുകയോ? എന്റെ ഫാത്തിമയ്ക്ക് സങ്കടമുണ്ടോ? ഖബറേ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഭാര്യയെ ഖബറടക്കിയ പ്രഥമരാത്രിയിൽ മൈലാഞ്ചി ചെടിയുടെ താടയുള്ള
മൺകുടീരത്തോട് പ്രണയകാവ്യം പാടി അലി റളിയല്ലാഹു അൻഹു. അവസാനം പറയാൻ യാ ഖബറു മാലകി ലാ തുജീബു മുനാദിയാ. ഖബറേ, ഇത്ര ചോദിച്ചിട്ടും എന്നോടൊരു മറുപടി പറയാത്തതെന്താ? അംലൽ തബൈദി ഖുല്ലത്തൽ അഹ്ബാബി. എന്റെ കരളിന്റെ കഷണത്തെ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് അലി റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. ഒന്നിച്ച് ജീവിച്ചതുപോലെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം വിട പറയുമ്പോ സന്തോഷത്തോടെ വിട പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.